അങ്ങനെ 14 ഡേയ്സിൻ്റെ വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളിത് വൈൻ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. കിച്ചൺ മൊത്തം ഒരു വൈൻ്റെ സ്മെല്ലാണ്. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആഹാ, ഒരു രക്ഷയില്ല. ഇതൊക്കെ ഇല്ലാതെ എന്ത് ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലേ. ഇത്തവണ ഇതൊന്നും വേണ്ടാന്ന് വെച്ചതാ കേട്ടോ. പക്ഷേ ക്രിസ്മസ് അങ്ങനെ ആകുമ്പോഴേക്കും ആ ഒരു കാറ്റ് വീശി തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ആ ഡെക്കറേഷൻ ചെയ്യും, കേക്ക് ഉണ്ടാക്കുക, വൈൻ ഉണ്ടാക്കുക, പുൽക്കൂട് ഉണ്ടാക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു വൈബ് കിട്ടില്ല, ക്രിസ്മസ് വൈബ് വരില്ല നമുക്ക്. ഇപ്രാവശ്യം നാട്ടിൽ പോണ കാരണം ഇതൊന്നും വേണ്ടാന്ന് വെച്ചതാ. പക്ഷെ എല്ലാം ചെയ്തേ എനിക്ക് സമാധാനമാവുള്ളൂ. എന്തായാലും വൈൻ ഊറ്റണ പരിപാടി ഞാൻ എന്തായാലും വിച്ചായനെ ഏൽപ്പിച്ചു. കാരണം ഇത് എടുത്ത് പൊന്തിക്കാൻ അത്യാവശ്യം ടാസ്ക് ആയിരുന്നു, നല്ല ഹെവി ആയിരുന്നു അത്. അങ്ങനെ വൈൻ ഇപ്രാവശ്യം അത്യാവശ്യം കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ വൈൻ ഗ്രേപ്സ് വൈൻ ഇട്ടിട്ട് തീരെ കളറില്ലാതെ ഇരുന്നത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ കാരമലൈസ് ചെയ്ത് ഷുഗർ ആഡ് ചെയ്തിരുന്നു. ഇതെൻ്റെ റെസിപ്പി അല്ല കേട്ടോ, സജി തേരുള്ളി ചേട്ടൻ്റെ റെസിപ്പിയാണ്. പക്ഷേ 14 ദിവസം കൊണ്ട് തന്നെ നല്ല സൂപ്പർ വൈനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നാൾ വെച്ചിട്ടില്ല എന്നുള്ള ഒരു കുറവും അതിന് കാണുന്നില്ല. അങ്ങനെ ഇനി ഒരു ദിവസം കൂടെ വെയിറ്റിംഗ് കഴിഞ്ഞാലേ നമുക്ക് കുടിച്ചു നോക്കാൻ പറ്റുള്ളൂ. നല്ലൊരു മസ്ലിൻ ക്ലോത്തിൽ നമ്മൾ ഫിൽറ്റർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അവിടുത്തെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? പുൽക്കൂടൊക്കെ സെറ്റായോ? ഇനി നാട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഫോളോവേഴ്സ് നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു വിത്ത് മോർ സച്ച് വീഡിയോസ്. ലവ് യു ഓൾ. ബൈ. മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്.